നിങ്ങൾക്ക് കോള് വന്നാലും കോൾ അങ്ങോട്ട് ചെയ്താലും സ്പീക്കർ ഓൺ ചെയ്ത് വേണം സംസാരിക്കാൻ. ശരി മാഡം. നീയാണോ ഗന്ധർവൻ? പറ, നീയാണോ പാർവതിയുടെ ഗന്ധർവനെന്ന്? അതെ. പാർവതി പറഞ്ഞപ്പോ പോലും എനിക്ക് വിശ്വാസം വന്നില്ല. അവൾക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ സംഭവിച്ചതായിരിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഇപ്പോഴാണെങ്കിലും നീ ഗന്ധർവനല്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിശ്വസിച്ചേനെ. കാരണം ഈ ലോകത്ത് വേറെ ആരെക്കാളും കൂടുതൽ ഞാൻ വിശ്വസിച്ചത് നിന്നെയാ. നിന്നെ വെറും കൂട്ടുകാരനായിട്ടല്ല, എന്റെ കൂടെപ്പിറപ്പിനെ പോലെയാ ഞാൻ കരുതിയത്. പാർവതിയെ എനിക്ക് എന്തുമാത്രം ഇഷ്ടമാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ. അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് നിനക്കറിയില്ലേ? എന്നിട്ടും നിനക്ക് എങ്ങനെയാടാ എന്നോട് ഇങ്ങനെ ചെയ്യാൻ തോന്നിയത്? സർ, ഞാൻ ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിപ്പോയി. സാറിന് അവളെ ഇഷ്ടമാണെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ അകലം പാലിക്കാൻ ശ്രമിച്ചതാ. പക്ഷേ നിർത്താ! ഇനിയും എന്നെ പറ്റിക്കാവുന്ന നീ കരുതുന്നുണ്ടോ? ഇത്രയും കാലം നീ എന്നെ മണ്ടനാക്കായിരുന്നില്ലേ? പലപ്പോഴും ഞാൻ പാർവതിയുടെ സ്നേഹം തുറന്നു പറയാൻ ശ്രമിച്ചപ്പോഴൊക്കെ നീ എന്നെ തടഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. എന്റെ കൂടെ നടന്ന് പാർവതിയെ എന്നെ അകറ്റിയത് നീയാ. ഗന്ധർവന്റെ പേരില് പാർവതി ഓരോന്ന് പറഞ്ഞ് പറ്റിച്ച് നീ അവളെ എനിക്കെതിരെ തിരിച്ചു. എന്നിട്ട് എന്റെ മുന്നിൽ ആത്മാർത്ഥത നടിച്ച് നീ എനിക്ക് വേണ്ടി അവളോട് സംസാരിക്കുന്ന പോലെ അഭിനയിക്കുകയും ചെയ്തു. ഇതൊന്നും അറിയാതെയാണല്ലോ നിന്റെ വീട്ടിൽ ഞാൻ പാർവതിയെ കൊണ്ടാക്കിയെന്ന് ആലോചിക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു. നിനക്കവളെ ബ്രെയിൻവാഷ് ചെയ്യാൻ നല്ല അവസരം ഞാൻ തന്നെ ഒരുക്കി തന്നു. സാർ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങൾ നടന്നത്. ഇങ്ങനെയെല്ലാം സംഭവിച്ചത് ഞാൻ കണക്ക് കൂട്ടുണ്ടാക്കിയ ഒരു പ്ലാൻ പ്രകാരമൊന്നുമല്ല. എല്ലാം ദൈവനിശ്ചയമായിരുന്നു. ഇതിന് നീ വെറുതെ ദൈവത്തിനെ കൂട്ടുപിടിക്കണ്ട. നിന്നെ പോലുള്ളവരെ ദൈവം ഒരിക്കലും സഹായിക്കില്ല. നിന്റെ സ്ഥാനത്ത് വേറെ വല്ലവരായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് പോലും അറിയില്ല. ഇത്രയൊക്കെ ദ്രോഹം ചെയ്തിട്ടും എനിക്ക് നിന്നെ ശിക്ഷിക്കാൻ തോന്നുന്നില്ല. എന്നെ നീ ചതിക്കുമായിരുന്നെങ്കിലും ഞാൻ നിന്നെ ഒരു നല്ല കൂട്ടുകാരനായിട്ട് തന്നെയാ കണ്ടത്. നിനക്ക് ഞാൻ ഒരവസരം കൂടി തരാം. ഇപ്പൊ ഇവിടെ വെച്ച് എല്ലാം അവസാനിപ്പിച്ചോണം. ഞങ്ങളുടെ കമ്പനിയുടെ പുതിയ ബ്രാഞ്ച് മലേഷ്യയിൽ തുടങ്ങുന്നുണ്ട്. അവിടെ നിനക്ക് ഞാൻ ജോലി വാങ്ങിച്ചു തരാം. പാർവതിയുടെ എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി പൊക്കോണം. ഇനി എനിക്ക് പിന്മാറാൻ പറ്റില്ല സർ. പാറുവിനെ കൈവിടില്ലെന്ന് ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തുപോയി. ഇതിനു മുമ്പായിരുന്നെങ്കിൽ സാറിന്റെയും പാറുവിന്റെയും സന്തോഷത്തിന് ഞാൻ എല്ലാം വിട്ടു തന്നേനെ. നീ ആരാണ് വിട്ടുതരാൻ? ഞങ്ങൾക്കിടയിൽ ഇടിച്ചു കയറിയത് നീയാണ്. എന്റെ ക്ഷമ നീ പരീക്ഷിക്കരുത്. എവിടെയെങ്കിലും പോയി ജീവിക്കാൻ നോക്ക്. സോറി സർ. കുറേയധികം ബുദ്ധിമുട്ടിയും കഷ്ടപ്പെട്ട് നടന്നിട്ട് പാറു എന്നെ സ്വീകരിക്കാൻ തയ്യാറായത്. ആർക്ക് വേണ്ടിയാണെങ്കിലും അവളെ വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റില്ല. ജീവിതത്തില് തോൽവി എന്താണെന്ന് അറിയാത്തവനാ ഞാൻ. എന്റെ ഭാര്യയാകാൻ പോകുന്നവളെ നിനക്ക് ഞാൻ വിട്ടുതരുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് ജയിക്കാൻ വേണ്ടി നിന്നെ തീർക്കേണ്ടി വന്നാൽ
ഞാൻ അതും ചെയ്യും. സാറിന് ജയിക്കാൻ അതാണ് ചെയ്യേണ്ടതെങ്കിൽ സാർ ചെയ്തോളൂ. പക്ഷേ ഞാൻ ജീവനോടുള്ളിടത്തോളം കാലം പാറുവിന്റെ മനസ്സിൽ സാറിന് സ്ഥാനം ഉണ്ടാവില്ല. എന്നാ നീ മരിക്കടാ. എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കുന്നേ? നിനക്ക് ചാവാൻ എന്റെ വണ്ടി കിട്ടിയുള്ളോ? സോറി ഏട്ടാ. അവന്റെ ഒരു സോറി. എന്താ പ്രിൻസേട്ടാ സംഭവിച്ചേ? ഒന്നുമില്ല. നിനക്കൊന്നും പറ്റിയില്ലല്ലോ? ഇല്ല. പ്രിൻസേട്ടൻ എന്തിനിങ്ങനെ ടെൻഷൻ അടിക്കുന്ന? ഇപ്പൊ ജീവൻ പോകേണ്ടതായിരുന്നു. നീ കൈലാഷ് സാറിനോട് എല്ലാം പറയൂന്ന് പറഞ്ഞു പോയത് മുതല് എനിക്ക് മനസ്സമാധാനം കിട്ടുന്നില്ല. നീ അദ്ദേഹത്തോട് എല്ലാം പറഞ്ഞു കഴിഞ്ഞാ അദ്ദേഹം എങ്ങനെയെല്ലാം പ്രതികരിക്കുമെന്ന് എന്റെ മനസ്സിൽ ഞാൻ ആലോചിച്ച് കൂട്ടുകയായിരുന്നു. ശരിക്കും കൈലാഷ് സാറിനോട് എല്ലാം പറയാനുള്ള ഉദ്ദേശത്തിലായിരുന്നു. അതെ, പ്രിൻചേട്ടനെ കണ്ട ശേഷം ഞാൻ കൈലാഷ് സാറിന്റെ ഓഫീസിലേക്ക് പോയതാ. പക്ഷെ അദ്ദേഹം മുക്തയുമായിട്ട് എന്തോ മീറ്റിംഗ് ആയതുകൊണ്ട് ഞാൻ തിരിച്ചു പോന്നു. പിന്നെ ജോലി തിരക്കിനിടയിൽ ഇന്ന് സമയം കിട്ടിയില്ല. പാറു പ്ലീസ്, നീ ദയവ് ചെയ്ത് അദ്ദേഹത്തോട് ഇപ്പൊ ഒന്നും പറയരുത്. സമയമാകുമ്പോ നമുക്ക് ഒരുമിച്ച് പറയാം. ശരി, എന്നാ പറ. കൈലാഷ് സാറിനോട് എപ്പോ സത്യം പറയാനാ പ്രിയൻചേട്ടന്റെ പ്ലാൻ? അല്ല, അങ്ങനെ ചോദിച്ചാ അദ്ദേഹത്തിനെ ചതിക്കുമ്പോ എനിക്കുണ്ടാകുന്ന കുറ്റബോധം മാത്രമല്ല വിഷയം. നമുക്ക് കല്യാണം കഴിക്കണ്ടേ? അപ്പോ കൈലാഷ് സാർ അറിയാതിരിക്കോ? അതോ കല്യാണം കഴിഞ്ഞ് നമുക്ക് കുട്ടികളാകുന്നവരെ ഈ നാടകം തുടരാനാണോ ഉദ്ദേശം? അയ്യോ അല്ല. എന്നാ പറ, എപ്പോ പറയും? 1 വർഷം. 1 മാസം. അതിനുള്ളിൽ പ്രിയൻചേട്ടൻ എല്ലാം പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്തായാലും കൈലാഷ് സാറിനോടെല്ലാം പറയും. പിന്നെ ഈ സമയത്തിനിടയിൽ അദ്ദേഹം എന്നെ ഇഷ്ടമാണെന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന എല്ലാം എനിക്കങ്ങ് തുറന്നു പറയേണ്ടി വരും. ഓക്കെ, അത് മതി. നീ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കല്ലേ. നമുക്ക് തിരിച്ചു പോകുന്ന വഴിക്ക് നിനക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം കടയിൽ കയറിയാലോ? ശരി ശരി. എന്നപ്പോ